സ്റ്റോറി ഇട്ട് പോവാം. ടൈറ്റിൽ എനിക്ക് മനസ്സിലായി. നമുക്ക് സ്റ്റോറിക്ക് പോവാം. ഓക്കെ, നമുക്ക് കഥ പോയ പിന്നെ മനസ്സിലാവും. നമ്മൾ ഹീറോയിൻ്റെ പേരാണ് ഫാത്തിമ. ഓക്കെ, നമ്മൾ കഥ നായികൻ്റെ ഗേളുടെ പേര് ഫാത്തിമത്ത്. ഓക്കെ, നമ്മൾ ഹീറോയുടെ പേര് നിങ്ങൾക്ക് ഓൾറെഡി അറിയുമല്ലേ, ജിയാൻ ജംഗുക്ക്. ഒരു ഐഡലാണ്. ഓക്കെ, ഫേമസ് ഐഡൽ. BTS മെമ്പേഴ്സിൽ 7 മെമ്പർ ഉണ്ട്. അതുകൊണ്ട് 7 മെമ്പേഴ്സ് BTS മെമ്പർ. ഓക്കെ, നമ്മൾ ഹീറോയ്ക്ക് പറഞ്ഞ BTS മെമ്പർ വരെ ഭയങ്കര പിടിക്കും. നമ്മൾ ഹീറോ ഫാൻ ഗേളാണ്. ഹീറോയിൻ്റെ ബയസ് ജംഗുക്ക്. ഹീറോയ്ക്ക് ജംഗുക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുമാത്രമല്ല ഹീറോയ്ക്ക് ജംഗുക്ക് ക്രഷാണ്. ഓക്കെ, സീക്രട്ട് ക്രഷ്. ആർക്കും അറിയില്ല, വീട്ടിലുള്ളവർക്ക് ആർക്കും. ഹീറോയുടെ ഫ്രണ്ട്സിക്ക് മാത്രമേ അറിയൂ. ഫ്രണ്ട്സിക്ക് മാത്രമേ അറിയൂ ഹീറോയുടെ ഫ്രണ്ട്സിക്ക്. ഓക്കെ, ഹീറോയുടെ ഫ്രണ്ട്സിൻ്റെ പേര് പ്രിയ, അനു, പൂജ, പിന്നെ ആരിപ്പാ സസ. ഓക്കെ, ഇവർക്ക് മാത്രമേ അറിയൂ. അങ്ങനെ നമുക്കിപ്പോൾ സ്റ്റോറിക്ക് പോയിട്ട് നോക്കാം. ഹീറോയിൻ നല്ല ഉറക്കമായിരുന്നു. എടി ഫാത്തിമ എന്നെ ഫാത്തിമ കുളുക്കായിരുന്നു. എന്താ ഉമ്മ ഈ രാവിലെ വിളിക്കാൻ? ഫാത്തിമ, ബാപ്പ വന്നിട്ടുണ്ട് വൈനി. ഏതിനാ വിളിക്കണേ? ബാപ്പ വന്നോ? വന്നുടി. ബാപ്പ ഗൾഫിന് വന്നു. നിനക്ക് മറന്നു? ഇന്നലെ ഗൾഫിന് വരുന്നത്. വന്നോ ബാപ്പ? എപ്പോൾ വന്നാ? ജാവ് തന്നെ വന്നിരുന്നു എന്നെ പറയായിരുന്നു. ഫാത്തിമയ്ക്ക് ഭയങ്കര ഹാപ്പിയായി. ഇത്ര നാൾ ഗൾഫിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഗൾഫിൽ വന്നിരുന്നു. ബാപ്പ എന്ന് പറഞ്ഞ് ഓടി പോയി ഹഗ് ചെയ്യും. കുളിച്ച് ഫ്രഷ് ആയിട്ട് റെഡി ആയിട്ട് വന്നത് ബാപ്പ എന്ന് പറഞ്ഞ ഹഗ് ചെയ്യാണ്. ഫാത്തിമ, എങ്ങനെയുണ്ട് മോളെ? സുഖം തന്നെയാണോ? സുഖം തന്നെ ബാപ്പ ഗൾഫിന് വന്നു. ഇപ്പം നാട്ടിൽ നിന്ന് സെറ്റിലാവെന്ന് പറഞ്ഞായിരുന്നു ഉമ്മ. ആദ്യം മോളെ, എത്ര നാൾ അവിടെ ജീവിക്കാം? എനിക്കിപ്പോൾ വയ്യ. എനിക്ക് കുറച്ച് വയസ്സായില്ലേ എന്ന് പറയായിരുന്നു. അങ്ങനെ ഫാത്തിമ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഫാത്തിമക്ക് സന്തോഷമായിരുന്നു. ഫാത്തിമ ഇച്ച വന്നായിരുന്നു. ബാപ്പാ, നീ ഗൾഫിൽ പോയാൽ ജസ്റ്റ് എന്നെ ഗൾഫിലേക്ക് പായിക്കുമെന്ന് പ്ലാൻ ഇട്ടത് ബാപ്പ എന്നെ പറഞ്ഞു. മകൻ വന്നായിരുന്നു. എന്താടാ അതിങ്ങനെ പറയുന്നടാ? എന്താടാ പറയുന്നത്? ഇല്ല ബാപ്പ, നീ എന്നെ നെക്സ്റ്റ് എന്നെ പായിക്കാൻ വേണ്ടി പ്ലാൻ ഇടാണ്. ഇല്ലടാ, നീ ഗൾഫിൽ വേണ്ട, നീ നാട്ടിലെ ജോലി ചെയ്യ്. എനിക്ക് ഓൾറെഡി ജോബ് ഉണ്ട് എന്ന് പറഞ്ഞു ഹീറോയിൻ്റെ ഇച്ച പറയായിരുന്നു. ഇച്ച പറഞ്ഞ അതെ, ഇച്ചക്ക് ഓൾറെഡി ഗൾഫ് അല്ല, ഹീറോയിൻ്റെ ഇച്ച ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഒരു ജോലി ചെയ്യായിരുന്നു. നാട്ടിൽ പറഞ്ഞ ഒരു സിംഗിങ് കമ്പനിയിലാണ് ജോബ് ചെയ്യുന്നത്. അതെ, അത് പറഞ്ഞാൽ അത് BTS മെമ്പറിൻ്റെ കമ്പനിയാണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, ഇതിലുണ്ട്. അങ്ങനെയായിട്ട് ഹീറോയ്ക്ക് ഭയങ്കര BTS മെമ്പർ കാണാൻ ഭയങ്കര ആഗ്രഹം. അത് മാത്രമല്ല ഹീറോയിൻ്റെ ചേട്ടനിക്കും അതും അറിയും. BTS മെമ്പർ അറിയൂ. ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞു, മോളെ നീ ഡീപ്പ് പോകണ്ട, എനിക്ക് അവർ ക്രഷായിട്ട് നീ ഒരിക്കലും ലവ് ചെയ്യാൻ പാടില്ല. എന്താ ചേട്ടാ ലവ് ചെയ്തത്? എന്താ പ്രശ്നമോ? ലവ് ചെയ്താൽ നീ എന്ത് ലവ് ചെയ്ത പ്രശ്നമില്ല, എൻ്റെ തല പൊട്ടി തിരിച്ചില്ല മതി എന്ന് പറയണേ ഹീറോയിൻ്റെ ചേട്ടന്. അത് പറയണിച്ചാ ഇങ്ങനെ പറഞ്ഞാവോ? ഇല്ലടി, എൻ്റെ ലവ് കളിച്ചാൽ ഒരു പോലെ അവർക്ക് നിന്നെ പിടിക്കണം, ഇല്ല ബാപ്പയ്ക്കും പിടിക്കണം, ഉമ്മക്കും പിടിക്കണം. അങ്ങനെ മോശമില്ല, നിനക്ക് ഞാൻ മാരേജ് ചെയ്യിച്ചു തരാം എന്ന് പറഞ്ഞു ഹീറോയിൻ്റെ ചേട്ടൻ വെറുപ്പിക്കായിരുന്നു. അത് മാത്രമല്ല ഹീറോയ്ക്ക് ഒരു അനിയനും ഒരു അനിയറ്റുണ്ട്, ട്വിൻസാണ്. രണ്ടുപേർ വന്നായിരുന്നു. ദീദി എന്താ ടിക്കറ്റാ? എന്ത് ടിക്കറ്റ്? ദീദി, ഓൾറെഡി ഞാൻ 3 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഹീറോയിൻ്റെ ചേട്ടനക്ക് ഉദ്ദേശം വന്നായിരുന്നു. എന്താ 3 ടിക്കറ്റാ? അപ്പം എനിക്ക് ടിക്കറ്റ് ഉണ്ടോ? അതെന്നെ ചേട്ടൻ പോവും, അതേ കമ്പനിയിലാണ് ജോബ് ചെയ്യുന്നത്. ചേട്ടനിക്ക് ടിക്കറ്റ് ഇല്ലാതിരിക്കോ എന്ന് പറയായിരുന്നു. ചേട്ടൻ മുറക്കരുത്. ഇല്ല ചേട്ടാ, ഈ ചെക്ക് വേണ്ടി ടിക്കറ്റ് ചെയ്തു എന്ന് അനിയത്തി പറയായിരുന്നു. എൻ്റെ ചക്കരക്കുട്ടി എന്നെ പറഞ്ഞാൽ അനിയത്തി കൊഞ്ചാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. നിങ്ങളെല്ലാവരും കൊഞ്ചോണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുക ഫ്രണ്ട്സിലാണ്. എനിക്ക് ടിക്കറ്റ് കിട്ടും. എടി സസാ, നിൻ്റെ വീട് എന്ത് പറ്റി? ഞാൻ കുളിച്ചിട്ട് ഫ്രഷായിട്ട് വീട്ടിലൊക്കെ വന്ന് ഞാൻ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വെച്ചായിരുന്നു, മഞ്ഞ ഫ്രോക്ക്. ഞാൻ മഞ്ഞ ഫ്രോക്ക് ഇവിടെ വെച്ചിട്ട് പോയതാ. എൻ്റെ ഉമ്മ എന്ത് ചെയ്തറിയോ? എന്താടി ചെയ്ത് വെച്ച്? ഈ ഡ്രസ്സൊക്കെ പ്രശ്നമുണ്ടല്ലോടി. എന്താടി ഈ ഷോർട്ട് ഡ്രസ്സൊക്കെ എന്താടി ഇപ്പോൾ കുറവ്? എന്തടി ഷോർട്ട് ഡ്രസ്സാ? ഇല്ലടി, അത്ര ഷോർട്ടില്ലടി, കൊട്ടി ഷോർട്ടാണ്. അത് കഴിക്കുമ്പോൾ പാൻറ്റുണ്ടടി. ആ ഡ്രസ്സ് ഞാൻ ഇടാൻ പോയതാ. മമ്മി വന്നിട്ട് ഇസ്തിരി ഇട്ടിട്ട് പാപ്പറുണ്ട് മുണ്ടിയിട്ട് എൻ്റെ ഡ്രസ്സിന് കത്തിച്ച് വെച്ചടി. ഇതാണ് പ്രശ്നം. അതിൻ്റെ അനിയന്മാർ ആ ഡ്രസ്സ് നല്ല ഡോളൊക്കെ ഡ്രസ്സ് ഉണ്ടാക്കി വെച്ചിടി. ആ ഡ്രസ്സ് പോയി എന്ന് പറഞ്ഞു. അതൊക്കെ അറിയായിരുന്നു. അതൊക്കെ അനിയന്മാരുണ്ട്. അവർ വെച്ച് ടോർച്ച് വയ്ക്കാനില്ല എന്ന് വഴക്ക് പറയായിരുന്നു. രാജാക്ക് ടെൻഷനായിരുന്നു.
ഇങ്ങനെ വെച്ച് ഞാൻ എന്ത് ചെയ്യുക? അങ്ങനെ ബാക്കി വന്നിട്ട് പറയായിരുന്നു, എന്നിങ്ങനെ ടെൻഷനാവാൻ പാടില്ലടി, ടെൻഷനായാ നിനക്കും കൂടും എന്ന് പറയും. എന്ത് കൂടുന്നേ? ആ നിനക്ക് ദേഷ്യം കൂടും. ദേഷ്യം കൂടിയല്ല, എൻ്റെ വീട്ടിലുണ്ടല്ലോ ഒന്നും വെക്കില്ല എന്ന് പറഞ്ഞ ഹിറോയിൻ എൻ്റെ ഫ്രണ്ട് പറയായിരുന്നു. അത് കേട്ട് ശരി ശരി സമാധാനമായിക്കോ സമാധാനമായിക്കോ. എല്ലാം സമാധാനമാക്കിയ പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞു വഴക്കുണ്ടാക്കാം. ഇവിടെ വഴക്ക് നിപ്പേ വായ്പിട് എന്ന് പറഞ്ഞ് വഴക്ക് നിപ്പിക്കായിരുന്നു. ശരി നമുക്ക് പോവാം എന്ന് പറഞ്ഞവർ ഭയങ്കര പ്ലാൻ ഇട്ടായിരുന്നു. നൈറ്റായിരുന്നു, രാത്രിയായിരുന്നു. എല്ലാവരും ഇട്ട് ഇപ്പം ഹീറോയിൻ വിളിക്കായിരുന്നു, മോളെ എണി എന്താ ചേട്ടാ? എന്താ? ഇപ്പോൾ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടു, നമുക്ക് കുറേക്ക് പോകണ്ടേ, മണി 11 മണി ആവാനായി, വേഗം വാ, 11 മണി എല്ലാവരും ഉറങ്ങിയിട്ട് വാ, നമ്മൾ പോയി എന്ന് പറഞ്ഞു. അതിന് വലിയ കാറെടുത്ത് എല്ലാം റെഡിയായിരുന്നു. എല്ലാവരും വീട്ടിൽ പോയി. ഇപ്പോൾ ഫാത്തിമയുടെ വീട്ടിൽ പോയി. ഫാത്തിമ പോയിട്ട് റുമൈസല്ല പ്രിയൻ്റെ വീട്ടിൽ പോയി. എടി പ്രിയ, ഞാനിവിടെ തന്നെ ഉണ്ട്. അമ്മോ ഞാൻ പേടിച്ചു പോയി എന്ന് പറഞ്ഞു. ഹീറോയിൻ്റെ ചേട്ടനൊക്കെ പേടിച്ചു പോയിരുന്നു പ്രിയനെ കോളത്ത് കണ്ട്. അനുവിൻ്റെ വീട്ടിൽ പോയി. അനു ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എന്താ മരത്തിൽ കയറിനെ? ഇല്ലടി, വീട്ടിൽ ആരോ വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. ശരി, പൂജയുടെ വീട്ടിൽ പോയി. പൂജ ഞാനിവിടെ തന്നെ ഉണ്ടോ എന്ന് പറഞ്ഞു പൂജ. ലാസ്റ്റാണ് എൻ്റെ വീട്ടിലൊക്കെ പോകുന്നത്. ഹനുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഹനു എല്ലാവരും റെഡിയായിരുന്നു. ദാ എടെ പോയി, ഇതാ അവിടെ നോക്ക്, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എവിടെ? മച്ചാ ഇവിടെ തന്നെ ഇട്ടു എന്ന് പറഞ്ഞ് അവന് നല്ലൊരു ഡോൾ തിന്നിട്ട് ആ ഡോൾ മതി നീർന്ന ഞാൻ തന്നെയത്. ഞാൻ വെച്ചാൽ ഒരു ഡോളെന്ന് ഞാൻ ഡോൾ മതി കിടന്ന എന്ന് പറഞ്ഞു പണ്ടൊക്കെ ഒരു അടി കൊടുത്തായിരുന്നു. ആ പൂജ അയ്യോ ഇവളെന്ത് തല്ലിരുതേ എന്ന് പറയും. അങ്ങനെ ആയിട്ട് എല്ലാം റെഡിയായിട്ട് അവിടേക്ക് പീറ്റർ സമ്മർ കാണാൻ പോയായിരുന്നു. അങ്ങനെ ഓരോ നാൾ ഇറങ്ങി വരായിരുന്നു. അതിനാലായിട്ട് ലാസ്റ്റ് ജഗ്ഗൊക്കെ ഇറങ്ങി വന്ന് എല്ലാവരും കണ്ട് വാവു ജഗ്ഗു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹീറോയിൻ സൈറ്റ് അടിക്കായിരുന്നു. ഇത് കണ്ട് വായ് മുടത്തി എന്ന് പറഞ്ഞു. അതൊക്കെ ടെൻഷനായി, ഇങ്ങനെ ചൊള്ളുവിടാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് വഴക്ക് പറയാൻ തുടങ്ങിയായിരുന്നു. വായ നോക്കുന്നത് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് സൈൻ ചെയ്തായിരുന്നു. നാളെ സൈൻ ചെയ്താൽ നാളെ കാണാമെന്ന് പറഞ്ഞ് എല്ലാവരും പോയായിരുന്നു. അങ്ങനായിട്ട് എല്ലാവരുമായിട്ട് നല്ല ഉറക്കമായിരുന്നു. രാവിലെ ആയിരുന്നു. എല്ലാവരും ഉമ്മ വീട്ടിൽ വിളിച്ച് അമ്മയും അച്ഛനും വിളിച്ച് എന്താ ഉറക്ക്? എടി ദദാ എണി പോയാ പോ, ഫ്രിഡ്ജിൽ പാല് വെച്ചിനി, പോ എടുത്തോണ്ട് വാ. ഫ്രിഡ്ജിലെ പാലാ? ഇല്ല ഉമ്മ, ഫ്രിഡ്ജിൽ പാല് വെച്ചിനി, ഗ്യാസിൽ ചൂട് തണ്ട് വെച്ചിന്, അതിപ്പോൾ പൊട്ടി തീർക്കും, പോ എന്ന് പറയുന്നു. ഉമ്മ നേരെല്ലാം പിടി, അത് ശരി ഒക്കെ ആയത് ഒറ്റ ഓടി മണ്ടി എന്ന് പറഞ്ഞ രസ ഉറക്കം തുടങ്ങിയായിരുന്നു. ഇമ്മക്ക് വേറെ പണില്ല. ഫ്രിഡ്ജിൽ പാലുണ്ട്, എന്ത് തണ്ണി വെച്ചിനെ, ഗ്യാസിലൊന്നുമില്ല. അപ്പം ഇവള് കളവ് പറഞ്ഞത് ഇത് മാറ്റി ചേർന്നത് അത് മറക്കും. ഒറ്റ ഓട്ട് പോയി. ഇപ്പം ഉമ്മ വാക്കി കിട്ട വാടി ഇറങ്ങിയിട്ട്